അപ്പൊ ബീന, ഇന്നലത്തെ ആ കഥ കേട്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ അതിനകത്ത് എഴുതിയിരുന്നു. കാരണം ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഒരുപാട് കമന്റ്സുകൾ വന്നിരുന്നു. ഏതായാലും അതൊക്കെ വിടാം, നമുക്ക് തുടരാം അല്ലേ? തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റ് ആണ് സവാരി ഗിരിഗിരി. ഓക്കെ, കേറട്ടെ? തീർച്ചയായിട്ടും. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത കഥാപാത്രം കുട്ടൻ നായരുടെ നാട് എവിടെയാണെന്നാണ് സിനിമയിൽ പറയുന്നത്? എ ആലപ്പുഴ, ബി കുട്ടനാട്, സി ചങ്ങനാശ്ശേരി. പിന്നെയും കൺഫ്യൂഷൻ ആയല്ലോ. ഇതിലും ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒരു ചെറിയ ക്ലൂ താ ചേട്ടാ. ഞാന് ചിലപ്പം ട്രിവാൻഡ്രത്ത് വരുമ്പോ ആലപ്പുഴ വരെ വന്നിട്ട് ചിലപ്പോ നേരെ പോവും, ചിലപ്പോ എടുത്തോട്ട് പോവും. ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. സി ചങ്ങനാശ്ശേരി. ഞാൻ എടുത്തിട്ട് വരിഞ്ചിട്ട് മുറുക്കി. ഓക്കെ. ഹസ്ബൻഡ് വന്നില്ലല്ലോ ഇന്ന്? ഇല്ല, ഒറ്റയ്ക്കാ വന്ന്. യെസ്. എനിക്ക് തോന്നി. എന്തു പറ്റി? കാരണം എന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ബീന ആന്റണി വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അതൊരുപാട് കാര്യമുണ്ട് സാറേ, അത് ഞാൻ പിന്നെ പറയാമെന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അല്ലെന്ന് അല്ല. അപ്പൊ ഞാന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരാളിനെ വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിനെ. അപ്പം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ എങ്ങനെയാണ് ഈ മനു എങ്ങനെയാണെന്ന് ചോദിച്ചു. സാറേ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നോ? ഏത് രീതിയിൽ പ്രശ്നം? ഏത് രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും. ഓ ചേട്ടാ, അങ്ങനെ അതെന്ന് ഞാൻ കേട്ടതല്ലേ പറയുന്നത്. അതായത് അതാര് പറഞ്ഞാലും അത് വളരെ തെറ്റാണ്. മനു പറഞ്ഞത് 24 മണിക്കൂറും ബാറിലാണ്. മനുവോ? എന്റെ മനുവോ? എന്റെ മനു അല്ല, പിന്നെ ആരുടെ മനു? ഒരിക്കലും മനു ഒരിക്കലും ബാറിൽ പോവാറില്ല, ഒരിക്കലും പോയിട്ടില്ല. എനിക്കറിഞ്ഞൂടാ. അതാര് പറഞ്ഞാലും തെറ്റാണ്. പിന്നെ ഈ പെൺപിള്ളേരെയൊക്കെ കമന്റ് അടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഈ പ്രായത്തിൽ ശരിയാണോ അത്? ചേട്ടാ ഇത് അല്ലല്ല, സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ കേട്ടത്. ചേട്ടാ ഇതൊരു ഷോ ആണ്, ഇത് പ്ലീസ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് പ്ലീസ്. അങ്ങനല്ല, ഞാൻ കേട്ടതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കേട്ടതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടാ? ഞാൻ കേട്ടു, ഞാൻ ചോദിച്ചു. അപ്രിയ സത്യങ്ങൾ പറയരുതെന്നാണ്, പക്ഷെ ഇതിന്റെ അകത്ത് ഒരു സത്യങ്ങളും ഇല്ല. ചേട്ടൻ പറയരുത്, ഇത് ഷോ ആണ്, എനിക്ക് അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലോ. ചേട്ടാ അത് തെറ്റാണ്, എനിക്കറിയാലോ. എന്റെ ഹസ്ബൻഡിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ഭാര്യമാരുടെയും വിചാരം അവരുടെ ഭർത്താക്കന്മാര് ക്ലിയർ ആണെന്നാണ്. അങ്ങനെ പക്ഷെ അങ്ങനെ അല്ല. അങ്ങനെ പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ്. അതെങ്ങനെ 24 മണിക്കൂറും മനുവിന്റെ കൂടെ പോകുന്നില്ല? ഇന്ന് വന്നില്ലല്ലോ. അത് മനുവിന് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് മനു എന്ന് പറയുന്നല്ലേ? ഒന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മനു ഇങ്ങനത്തെ ഒരു കുഴപ്പവും മനുവിന്റെ കയ്യിലില്ല. അതെനിക്കറിഞ്ഞൂടാ, ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, കാര്യങ്ങൾ അറിയിക്കണം. ചേട്ടാ പ്ലീസ്, എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ. ഇങ്ങനെ ഇത് പറയരുത്, ഇത് ചാനലിൽ പറയരുത്, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ. ഇത്ര ദേഷ്യം വരുന്നത് എന്തിനാ? എനിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല ചേട്ടാ, സോറി. അല്ല, ഞാൻ അറിഞ്ഞ കാര്യം ചോദിച്ചപ്പോ ഇത്രയും ചൂടായിട്ട് ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലേ ചേട്ടാ? അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം വേണ്ട. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്താ കണ്ടിന്യൂ? എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല, കാരണം ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചത്. എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. ചേട്ടാ ഒരു സെക്കൻഡ്, പോലെ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിന് ചേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് പോലെ? ഷോ അല്ലേ ചേട്ടാ? അല്ല, നേരത്തെ വലിയ മറ്റേ പപ്പുള്ളയല്ലേ, കാരണം ഞാൻ ഇറങ്ങി പോവാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പോവാണെന്നാണ് ഞാൻ പറഞ്ഞോളൂ. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞല്ലേ ചോദിച്ചുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് തുടരാം. ഇപ്പം മനുവിന്റെ കാര്യമല്ലേ, മനു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. വളരെ സത്യസന്ധനാണ്, നല്ല ശബ്ദമാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്, നല്ല നടനാണ്. ഈസ് എ പെർഫെക്റ്റ് ക്യാരക്ടർ. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഐറ്റം ആണല്ലോ മറ്റേ ബാലതാരം പൊടി.
അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും സ്നേഹം മനുവിന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. കുട്ടി അറിഞ്ഞില്ല. സി ചങ്ങനാശ്ശേരി ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മുടെ അടി തുടങ്ങിയത്. ചകട സി ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. ഒരു കാര്യം, ഈ ടെസ്നി ഖാനാണോ ബീന ആന്റണിയുടെ അടുത്ത സുഹൃത്തും സിനിമയിൽ കൊണ്ടുവന്നതൊക്കെ? സിനിമയിൽ കൊണ്ടുവന്നത് ടെസ്നി ഖാനല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു സംഭവം ഉണ്ട്. ശരിക്കും പറഞ്ഞാല് എന്ത് സംഭവം? ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ ശരിക്കും പറഞ്ഞ ഏറ്റവും എന്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ തെസ്നിയാണ്. കാരണം ഞാൻ സിനിമ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തെസ്നീനെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തെസ്നിയെ കണ്ടു. അന്ന് ഞങ്ങൾ നമുക്കൊരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതൊക്കെ ഇട്ട് അന്ന് ആശാ ജയറാമും തെസ്നിയായിരുന്നു അവിടുത്തെ ഗസ്റ്റ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കലും തെസ്നിയുടെ എൻ്റെ അടുത്ത് നമ്പറൊക്കെ ഞാൻ നമ്പർ അഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ പോയിരുന്നു. ഞാൻ തെസ്നിക്ക് കത്തെഴുതുക, തെസ്നി എനിക്ക് കത്തെഴുതുക, അങ്ങനെയൊക്കെ ഒരു സുഹൃത്ത് ബന്ധം വന്ന് ഞങ്ങൾ തുടങ്ങിയിരുന്നു. തെസ്നിയുടെ ഫാനായിരുന്നു ഞാനന്ന്. അങ്ങനെ പിന്നെ അപ്പോഴും ഞാനൊക്കെ ചോദിക്കും സിനിമ. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഈ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും വെറുതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ എങ്ങനെ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ക്രിസ്ത്യാനി മാറും, അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു കുഴപ്പമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ വരാം എന്നൊക്കെ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു കേട്ടോ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറെ ഗ്യാപ്പായി പോയി. പിന്നെ ഒരു വൺസ് അപ്പോൺ എ ടൈം ഒരു ഫൈൻ ഡേ ഞാനൊരു ആർട്ടിസ്റ്റായി. ഞാനൊരു ഇതിന് പോയപ്പോ സുഹൃത്ത് ടെസ്നിയാണ്. ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ബീന ആന്റണി ആയിട്ട് നിങ്ങൾ സുഹൃത്താണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. സുഹൃത്തൊക്കെയാണ്. ആദ്യമൊക്കെ എനിക്ക് കത്തൊക്കെ എഴുതുമായിരുന്നു, പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനും അങ്ങ് വിട്ടു. വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ അവൾ ഒരിക്കലും പറയില്ല. എനിക്കറിഞ്ഞൂടെ എന്താ പറഞ്ഞെന്ന് എനിക്ക് അതൊരിക്കലും. കാരണം തെസ്നി എനിക്ക് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ ആര് ചോദിച്ചാലും എന്നെ കണ്ടാ ചോദിക്കും തെസ്നിയില്ലേ, പിന്നെ അമ്മയുടെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ടെസ്നി അങ്ങനെ പറഞ്ഞു. തെസ്നി ഒരിക്കലും പറയില്ല ചേട്ടാ. ചേട്ടന് കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ചേട്ടൻ ഇങ്ങനെ കൊനിഷ്ഠമായിട്ട് കേട്ടതായിരിക്കും. ഒരിക്കലും അവള് പറയില്ല. അവൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എപ്പോഴും ഒരു ബന്ധത്തെ അവൾ എന്റെ വളരെ അടുത്ത ഫ്രണ്ടാണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞാണ്. താങ്ക് യു.